അവയവക്കടത്തിൽ അന്വേഷണവുമായി ഇഡി. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലെ വമ്പൻ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ റെയ്ഡ്. പ്രധാന ഇടനിലക്കാരൻ കാസർഗോഡുകാരൻ നജീബിന്റെയും കൊല്ലത്തെ ഇടനിലക്കാരുടെയും വീടുകളിലും പരിശോധന. ആളുകളെ കണ്ടെത്തിയിരുന്നത് കൊല്ലം സ്വദേശി ശ്രീജ എന്ന അന്വേഷണ സംഘം സാമ്പത്തിക ഇടപാട് രേഖകൾ പിടിച്ചെടുത്തു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ കേരളത്തെ രൂക്ഷമായി കുറ്റപ്പെടുത്തി തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപനം. ഡാം ശക്തിപ്പെടുത്താൻ കേരളം അനുവദിക്കുന്നില്ല, പകരം ഡാം നിർമ്മിക്കാനുള്ള നീക്കം സർവശക്തിയും എടുത്തു തടയും. ജലനിരപ്പ് ഉയർത്താനുള്ള നടപടികൾക്ക് കേന്ദ്ര ഇടപെടൽ വേണമെന്നും പരാമർശം. തമിഴ്നാട്ടിൽ ത്രിഭാഷാ നയം നടപ്പാക്കില്ലെന്നും വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വീണ വിജയനെ വീണ്ടും ഇഡി വിളിച്ചു വരുത്തും. ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച ശേഷം സമൻസ് അയക്കും. തുടർ നടപടികൾ SFIO രേഖകൾ കൈമാറിയ ശേഷം CMRL എക്സാലോജി കരാർ രേഖകൾ അടക്കം ഇഡിക്ക് വീണ നൽകിയെന്ന് സൂചന. ഇന്നലെ ചോദ്യം ചെയ്തത് 9 മണിക്കൂറോളം. PM ശ്രീയിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. പിന്മാറാൻ പിണറായി സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി വി ശിവൻകുട്ടി. UDF മലക്കം പറഞ്ഞെന്ന് ബിനോയ് വിശ്വം. നിപയ്ക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ എബോളയുമെന്ന് സംശയം. തെക്കൻ സുഡാനിൽ നിന്നെത്തിയ 52-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ നില ഗുരുതരമായി തുടരുന്നു. ജനങ്ങളുടെ ആരോഗ്യം നോക്കാതെ മന്ത്രിമാർ വിവാദങ്ങൾക്ക് പിന്നാലെ പോവുകയാണെന്ന് BJP. കോടതി കയറി താരങ്ങളുടെ തമ്മിൽ തല്ല്. ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം കോടതിയിൽ ഹർജി നൽകി നടി അൻസിബ ഹസൻ. താരസംഘടനയിലെ ആഭ്യന്തര തർക്കമാണെന്ന് പോലീസ് കോടതിയിൽ. ഹിൽ പാലസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കെതിരെ കേസെടുക്കണ്ടെന്നും റിപ്പോർട്ട്. ഉദ്യോഗാർത്ഥികൾക്ക് വഴികാട്ടിയാകേണ്ട PSC ബുള്ളറ്റിനിൽ പൊറുക്കാനാകാത്ത തെറ്റ്. മികച്ച തിരക്കഥാകൃത്ത് രാജേഷ് തില്ലങ്കേരിക്ക് പകരം വെച്ചത് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ചിത്രം. തെറ്റ് സമ്മതിച്ച് PSC. പത്തനംതിട്ട ഗവി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ മീനാറിൽ അങ്കണവാടി ജീവനക്കാരി മരിച്ച നിലയിൽ. ലൈംഗിക പീഡനത്തിന് ഇരയായതായി സംശയം. മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. 21-ാം തീയതി വരെ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പരസ്പരം വിജയം അവകാശപ്പെട്ട് ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ചു. പ്രാഥമിക സമാധാന കരാറിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മെഹ്മൂദ് പെസിഷ്കിയാനും. കരാറിന്റെ ഭാവി ഇസ്രായേൽ നിലപാട് ആശ്രയിച്ച് ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ്. ഹോർമുസ് കടക്കാൻ കാത്തുകിടക്കുന്നത് 550 കപ്പലുകൾ. ലോക ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോങ്കോ. ഗോൾ അടിക്കാതെ റൊണാൾഡോ. ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ഹാരി കെയ്ന് ബ്രേസ്. പനമയെ 1 ഗോളിന് കീഴടക്കി ഘാന.